വല്ലാത്ത കാരുണ്യമുള്ള റബ്ബ്, ആ റബ്ബ് എന്നെയും നിങ്ങളെയും വിളിച്ച് ഉപദേശിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. ഓ വിശ്വസിച്ച ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരല്ലേ? അവന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചവരല്ലേ? അല്ലാഹുവും റസൂലും വാഗ്ദത്തം ചെയ്തത് ലഭിക്കുമെന്നും അല്ലാഹുവും റസൂലും താക്കീത് ചെയ്തത് സംഭവിക്കുമെന്നും ഉറപ്പിച്ചവരല്ലേ? ഈ ഭൗതിക ലോകത്തിനപ്പുറം ഒരു പാരത്രിക ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ? എങ്കിൽ അയ്യുഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവരെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവീൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയികളാകാം, നിങ്ങൾക്ക് യഥാർത്ഥ വിജയം കൈവരിക്കാം. ഇവിടെയുള്ള വിജയങ്ങളോ, ഇവിടെയുള്ള പണമോ, ഇവിടെയുള്ള ആദരവോ, ഇവിടെയുള്ള സ്ഥാനമോ അതിനൊന്നും നിലനിൽപ്പില്ല. അതെല്ലാം തീർന്നു പോകുന്നതാണ്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹുവിന്റെ അടുക്കലുള്ളത് നിലനിൽക്കും, നിങ്ങളുടെ അടുക്കലുള്ളതൊന്നും തന്നെ ഇവിടെ നിലനിൽക്കുന്നതല്ല. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, ഇമാം ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ആത്മീയ സംസ്കരണത്തിന് വേണ്ടി രചിച്ച താജുൽ നറൂസ് എന്ന ഗ്രന്ഥത്തിൽ ആദ്യമായി തന്നെ കൊടുക്കുന്ന 2 ആയത്തുകളിൽ ഒന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രണ്ടാമത് മഹാനവർ ഉദ്ധരിക്കുകയാണ്, വഖാല തആല ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു പ്രിയം വെക്കുന്നവരുണ്ട്. ലോകത്തിന്റെ മുഴുവനും നാഥനായ, ഉടമസ്ഥനായ, അധിപനായ, ഖാലിഖായ, മാലിക്കായ റബ്ബ്, ആ റബ്ബ് സ്നേഹിക്കുന്നത് ആരെയാണ്? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. ധാരാളമായി പടച്ചവനിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ, അവരോട് റബ്ബിന് വലിയ തൃപ്തിയാണ്. വയുഹിബ്ബുൽ മുതത്വഹിരീൻ, ശുദ്ധിയുള്ളവർ, അഥവാ മനസ്സിൽ അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല. അതിന്റെ പുറമെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്നവർ. ഏറ്റവും വലിയ ശുദ്ധീകരണമാണ് അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക എന്നത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ശേഷം മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ്, വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 70 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത ആളാണല്ലോ, ഒരു തെറ്റും തന്നെ ചിന്തിക്കാത്ത വ്യക്തിയാണല്ലോ. കുട്ടിക്കാലത്താണെങ്കിലും ശരി, വലുതായതിനു ശേഷമാണെങ്കിലും ശരി, ചെറുതോ വലുതോ ആയ ഒരു തെറ്റും ഒരിക്കലും സംഭവിക്കാത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ്, നിശ്ചയമായും ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ഫിൽ യൗമി 70 മറ, ഒരൊറ്റ ദിവസം 70 തവണ. അതേപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ 100 തവണ എന്നുണ്ട്. ഏതായിരുന്നാലും എത്രയോ തവണ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു, തെറ്റൊന്നും ചെയ്യാതെ തന്നെ. എങ്കിൽ ഈ പാവപ്പെട്ട ഞാൻ എത്രേ റബ്ബിനോട് മാപ്പ് പറയണം, എത്രേ ഞാൻ എന്റെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണം, ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ എത്ര താഴ്മയോടെ മാപ്പ് ചോദിക്കണം. ഈ ഒരു ചിന്ത നമ്മുടെ ഖൽബിൽ വേണം. രണ്ടാമതായി മഹാനവറുകൾ പറഞ്ഞു, ഫൈൻ അറത്ത തൗബത, നീ തൗബ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫയംബഗീ ലക, നിനക്ക് അത്യാവശ്യമാണ്, അല്ലാ തഖ്ലുവ മിന തഫക്കുരി തൂല ഉംരിക,
നിന്റെ ആയുസ്സുകാലം മുഴുവനും നീ ചിന്തയിൽ ഉണ്ടായിരിക്കണം, എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഫതഫക്കർ ഫീമാ സനഅത ഫീ നഹാരിക, നിന്റെ പകലുകളിൽ നീ എന്താണ് പ്രവർത്തിച്ചതെന്ന് നീ ചിന്തിക്കണം. ഫഇൻ വജദത ത്വാഅതൻ, നിന്റെ പകലുകളിൽ നീ പടച്ച റബ്ബിന് പുണ്യകർമ്മം ചെയ്തതായി നീ ചിന്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഞാൻ വലിയ ഇബാദത്തുകാരനാണെന്നോ, ഞാൻ ഒരുപാട് പുണ്യം ചെയ്തെന്നോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഫസ്കുരില്ലാഹ തആല അലൈഹാ, ആ പുണ്യം ചെയ്യാൻ നിനക്ക് കഴിവ് തന്നതാരാണോ, ആ പുണ്യം ചെയ്യാൻ നിന്റെ ഖൽബിൽ തോന്നിപ്പിച്ചതാരാണ്, അത് ചെയ്യാനുള്ള ശാരീരിക ശേഷി തന്നതാരാണ്, അത് ചെയ്യാനുള്ള അവസ്ഥകളും അവസരങ്ങളും തന്നതാരാണ്, അതിനുള്ള ആരോഗ്യം തന്നതാരാണ്, അതിന് ആയുസ് തന്നതാരാണ്, അതിനുവേണ്ടി നിനക്ക് ഊർജം നൽകാൻ ഭക്ഷണവും വെള്ളവും തന്നതാരാണ്? എല്ലാം എല്ലാം യജമാനനായ റബ്ബ് തന്നതല്ലയോ? അതിനാൽ ഫസ്കുരില്ലാഹ തആല അലൈഹാ, പുണ്യകർമ്മം ചെയ്യാൻ അവസരം കിട്ടിയതിൽ നീ റബ്ബിന് നന്ദി ചെയ്യണം. വഇൻ വജദത മഅസിയതൻ, ഞാൻ എന്തൊക്കെയാണ് ഇന്ന് ചെയ്തു കൂട്ടിയതെന്ന് നീ ചിന്തിക്കുമ്പോൾ നീ കളവ് പറഞ്ഞു പോയത് നിന്റെ മനസ്സിൽ ഓർമ്മയാവുകയാണ്, നീ മറ്റൊരാളെ കുറ്റം പറഞ്ഞു പോയത് മനസ്സിൽ ഓർമ്മ വരികയാണ്, നീ ചീത്ത വിളിച്ചു പോയത് മനസ്സിൽ ഓർമ്മ വരികയാണ്, അതുപോലെ പലതും പലതും തെറ്റായത് ചെയ്തത് ഓർമ്മ വരികയാണ്, കൽപ്പിക്കപ്പെട്ട പലതും ഒഴിഞ്ഞു പോയത് ഓർമ്മ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഫവബ്ബിഖ് നഫ്സക, നിന്റെ ശരീരത്തെ നീ ആക്ഷേപിക്കണം, നിന്റെ ശരീരത്തെ നീ കുറ്റപ്പെടുത്തണം. അലാ ദാലിക, അങ്ങനെ സംഭവിച്ചു പോയതിന്റെ പേരിൽ എന്തിന് നീ അത് ചെയ്തു എന്ന് ശരീരത്തെ നീ ചോദ്യം ചെയ്യണം. വസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, എന്നിട്ട് യജമാനനായ റബ്ബിലേക്ക് ഖൽബ് തിരിച്ച് നീ തൗബ ചെയ്യണം, റബ്ബിനോട് മാപ്പ് പറയണം. ഫഇന്നഹു ലാ മജ്ലിസ മഅല്ലാഹി അൻഫഉ ലക മിൻ മജ്ലിസിൻ തുവബ്ബിഖു ഫീഹി നഫ്സക, നിന്റെ ശരീരത്തെ നീ ആക്ഷേപിക്കുന്ന ഒരു സദസ് അതിനേക്കാൾ പടച്ച റബ്ബിന്റെ അടുക്കൽ നിനക്ക് ഉപകരിക്കുന്ന വേറെ ഒരു മജ്ലിസ് ഇല്ലേ ഇല്ല. സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തണം. എന്തിന് നീ അത് ചെയ്തു, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല, അങ്ങനെ സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തണം. എന്നാൽ വലാ തുവബ്ബിഖുഹാ വഅൻത ളാഹികുൻ ഫരിഹുൻ, ശരീരത്തെ നീ ആക്ഷേപിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടോ സന്തോഷിച്ചുകൊണ്ടോ അല്ലല്ലോ ശരീരത്തെ നീ ആക്ഷേപിക്കേണ്ടത്. ബൽ വബ്ബിഖുഹാ വഅൻത മുജിദ്ദുൻ സാദിഖ്, നിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് അത് വന്നു പോയല്ലോ, ചെയ്തു പോയല്ലോ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നിങ്ങനെ അള്ളാഹു വിരോധിച്ചത് ചെയ്തു പോയതിലും അള്ളാഹു കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയതിലും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് സത്യസന്ധമായി നീ ശരീരത്തെ ആക്ഷേപിക്കണം. ശരീരത്തോട് നീ മുഖം ചുളിക്കണം. ഹസീനുൽ ഖൽബ്, ഹൃദയത്തിൽ വല്ലാത്ത ദുഃഖമുണ്ടാകണം. മുൻകസിറുൻ ദലീൽ, മനസ്സ് പൊട്ടിയായിരിക്കണം. നീ വളരെ നിന്ദ്യനായിക്കൊണ്ടായിരിക്കണം. കാരണം യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വഷളായല്ലോ, ഞാൻ കടപ്പാട് വീട്ടാത്തവനായല്ലോ, ഞാൻ കുറ്റവാളിയായല്ലോ. ഈ ചിന്തയിലാകണം നീ നിന്റെ ശരീരത്തെ ആക്ഷേപിക്കുന്നത്. അങ്ങനെ തെറ്റ് വന്നു പോയതിൽ മനസ്സിൽ ഖേദിച്ച് ദുഃഖിക്കുമ്പോൾ നിനക്ക് അള്ളാഹു സന്തോഷം പകരം തരും. നിന്യതക്ക് പകരം അള്ളാഹു ഇസ്സത്ത് തരും. ഇരുട്ടിന് പകരം പ്രകാശം തരും. വബിൽ ഹിജാബി കശ്ഫാ, അള്ളാഹുവും അള്ളാഹുവിന്റെ റഹ്മത്തും തമ്മിലുള്ള മറ, ആ മറ നീങ്ങി നിനക്ക് അള്ളാഹുവിലേക്ക് ആത്മീയമായി ലയിക്കാനുള്ള
തുറക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. അപ്പൊ നമ്മൾ എപ്പോഴും താഴ്മയോടുകൂടി അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഓർമ്മിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാകണം. അതാണ് നമ്മുടെ പാരത്രിക വിജയത്തിന് ഏറ്റവും ആവശ്യമായ വിഷയം. വീണ്ടും മഹാനവറുകൾ പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്നഹു ഇദാ കാന ലക വകീലുൻ യുഹാസിബു നഫ്സഹു വയുഹഖിഖുഹാ. നീ ഒരു വിഷയത്തിന് ഒരാളെ ഏൽപ്പിച്ചു, അങ്ങനെ നിന്റെ വക്കീലായി, നീ ഏൽപ്പിച്ച വ്യക്തിയായി, നിന്റെ ഡയറക്ടറായി, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ നീ ഏൽപ്പിച്ചു കൊടുത്തതനുസരിച്ച് ഒരു കൈകാര്യം ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ കൈകാര്യത്തിൽ അദ്ദേഹം സ്വന്തത്തിൽ തന്നെ അദ്ദേഹത്തെ ശരീരത്തെ ശരിക്കും കണക്ക് കൊടുക്കും. ഞാൻ ശരിക്കും ഡ്യൂട്ടി എടുത്തിട്ടുണ്ടോ, അതേപോലെ തന്നെ ഞാൻ അതിന്റെ കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ടോ, ഞാനത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ, എന്റെ അടുക്കൽ അതൊക്കെ കൃത്യമാണോ, അതിന്റെ എല്ലാ വരവും ചെലവും സംഭവങ്ങളൊക്കെ ഞാൻ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടുപോകുന്നുണ്ടോ എന്ന് സുബ്ഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്. ഫയകൂനു മിസാലുക, അപ്പ നിന്റെ ഉദാഹരണം കൽ മഹ്മൂമിൽ ലദീ യജ്ദു ഫീ ഫമിഹി സുക്കറ മുറാ, പനി പിടിച്ചവന്റെ തൊള്ളയിലേക്ക് നല്ല രുചിയുള്ള ഭക്ഷണം ഇട്ടുകൊടുത്താൽ അതിന് രുചി കിട്ടാത്തതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് രുചി കിട്ടുന്നില്ല, സൽക്കർമ്മം ചെയ്യുമ്പോൾ രുചി കിട്ടുന്നില്ല, സദഖ ചെയ്യുമ്പോൾ അതിന് രുചി കിട്ടുന്നില്ല. കാരണം നിനക്ക് ഉള്ളിൽ പനിയുള്ളതുപോലെ നിന്റെ ഖൽബിൽ മോശമായ വികാരങ്ങളുണ്ട്. അതിനാൽ എപ്പോഴും നിന്റെ ഖൽബ് ശുദ്ധീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തണം എന്ന് മഹാനവറുകൾ ഖുർആൻ ഓതി ഉപദേശിക്കുകയാണ്. അതിനാൽ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ എപ്പോഴും അള്ളാഹുവിലേക്ക് ഖൽബ് തിരിക്കണം, അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹു കൽപ്പിച്ചതെടുക്കണം, അള്ളാഹു വിരോധിച്ചതൊഴിക്കണം, അയൽവാസികളോട് നല്ല പെരുമാറ്റമാകണം, അതേ കുടുംബത്തോട് എപ്പോഴും ബന്ധം പുലർത്തണം, സ്വന്തം ഭാര്യമാർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കി കൊടുക്കണം, നമ്മുടെ ഉമ്മബാപ്പമാരെ വല്ലാതെ പരിഗണിക്കണം, പ്രായമുള്ളവരെ നന്നായി ബഹുമാനിക്കണം, അതുപോലെ നമ്മുടെ ഗുരുനാഥന്മാര് ഉസ്താദന്മാരോട് വലിയ സ്നേഹ ബഹുമാനം ഉണ്ടാകണം, സയ്യിദന്മാരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാകണം, ദീനിന്റെ പ്രവർത്തനങ്ങളോട് കൂറുണ്ടാകണം, ദീനിന്റെ സ്ഥാപനങ്ങളോട് കൂറുണ്ടാകണം, ദീനിന്റെ സംരംഭങ്ങളോടും സംഘടനകളോട് കൂറുണ്ടാകണം. നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോഴേ റബ്ബ് നമ്മളെ ഖബൂൽ ചെയ്യുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു ഏതൊരു കാര്യവും സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഇന്ത്യ രാജ്യത്ത് വലിയ ദീനി സേവനം ചെയ്തു. അവിടുത്തെ കറാമത്തുകൾ, എത്രയോ കറാമത്തുകൾ കണ്ട ജനങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. എല്ലാ രാജാക്കന്മാരും മഹാനവറുകളെ ആദരിച്ചു. എന്തുകൊണ്ട്? മഹാനവറുകൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് സംശുദ്ധമായ മനസ്സോടുകൂടെ അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഉന്നതമായ സ്ഥാനത്ത് വിരാജിച്ചു എന്നതാണ് അതിന്റെ കാരണം. നമുക്കും ഏറ്റവും ആവശ്യം തഖ്വയാണ്. ഞാൻ ഈ അടുത്ത് സുബ്ഹാനല്ലാഹ് കുറച്ച് ആളുകൾ നീളക്കുപ്പായോട്ട് തലയെക്കെട്ടും കെട്ടിയിട്ട് പാട്ടുപാടുന്ന ഒരു ക്ലിപ്പ് കണ്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സാധാരണ നിലക്ക് ഒരു സാധാരണക്കാരായ ചെറുപ്പക്കാര് പോലും പാടാൻ മടിക്കുന്ന, ഒരു മനുഷ്യന്മാരെ മുമ്പിൽ മനുഷ്യത്വമുള്ളവൻ പറയാൻ മടിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണപ്പാട്ട് അത് പാടുന്ന സമയത്ത്, എന്നാൽ പണ്ഡിതന്മാർക്ക് ഒരു മാനക്കേട് വരണ്ടെന്ന് മനസ്സിലാക്കി ആ തലേക്കെട്ട് ഊരി വെച്ചിട്ട്, അതേപോലെ കുപ്പായം ഊരി വെച്ച്, വേണമെങ്കിൽ ഒരു ടീഷർട്ടും ഇട്ട് ഒരു പാന്റും എടുത്തിട്ടാണെങ്കിൽ പണ്ഡിതന്മാർക്ക് മാനക്കേടുണ്ടാവുകയില്ലായിരുന്നു.
അതുപോലെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ബിരുദമുണ്ടെങ്കിൽ ആ ബിരുദം പറയാതിരുന്നെങ്കിൽ ആ ബിരുദമെടുത്ത പണ്ഡിതന്മാർക്കും മാനക്കേടുണ്ടാവുകയില്ലായിരുന്നു. എന്തേ നമ്മുടെ ആളുകൾക്ക് തീരെ തഖ്വയില്ലാതെയായി പോയത്? എന്തേ ആളുകൾക്ക് യാതൊരു ചിന്തയും ഇല്ലാതെയായി പോയത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഏത് സന്തോഷത്തിലും ഏത് ദുഃഖത്തിലും അല്ലാഹുവിനെ ഓർക്കുന്നവരാകണം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗമുണ്ട്, അതിലേക്ക് നിങ്ങൾ ഓടി വരണം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് തയ്യാർ എന്നാണ് പറഞ്ഞത്. ഇന്ന ബിരുദമെടുത്ത ആൾക്ക് എന്നല്ല, ഇന്ന സംഘടനയിലുള്ളവർക്ക് എന്നല്ല, ഇന്ന പേരുള്ളവർക്ക് എന്നല്ല. ഉഇദ്ദത്ത് സ്വർഗ്ഗം തയ്യാർ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സ്വർഗ്ഗം തയ്യാർ. അവരുടെ സ്വഭാവം എന്താണ്? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس. അവർ സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കും, ദുഃഖമുള്ള സമയത്തും ചെലവഴിക്കും. അതേപോലെ അവർ വെറുപ്പ് വന്നാൽ ആ വെറുപ്പ് പ്രകടിപ്പിക്കില്ല, അത് വിഴുങ്ങിക്കളിയും. വൽആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും. വിശാലമായ മനസ്സുള്ളവർ, അങ്ങനെയുള്ളവർക്ക് സ്വർഗം തയ്യാറ് എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കൊണ്ട് തഖ്വയുള്ളവരാകണം നമ്മൾ. സുബ്ഹാനല്ലാഹ്, ബദർ യുദ്ധത്തിന്റെ അണികളിലേക്ക്, ആ ബദർ യുദ്ധത്തിന്റെ രംഗത്തേക്ക് സഹാബികളെല്ലാം വന്നു നിൽക്കുമ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഈ ആയത്തിന്റെ ഭാഗം ഓതി. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീകൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗം, അല്ലാഹുവിന്റെ മാപ്പ്, മഗ്ഫിറത്ത്, അതിലേക്ക് വേഗം വരൂ എന്നറിയിക്കുന്ന ഈ ആയത്ത് ഓതിയപ്പോൾ മഹാനായ ഉമൈർ ഇബ്നുൽ ഹുബാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അല്ലാഹു തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം ലഭിക്കും. ഉമൈർ ഇബ്നുൽ ഹുബാം റളിയല്ലാഹു അൻഹു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞു ഒന്നങ്ങ് ചാടിപ്പോയി, തുള്ളിപ്പോയി. നബി തങ്ങൾ ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ? ഉമൈറേ, നിങ്ങൾ ചാടിയതെന്തിനാണ്, തുള്ളിയതെന്തിനാണ്? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വലിയ അദബ് കാണിക്കേണ്ട സ്ഥലമല്ലേ, തുള്ളിയതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇല്ലാ റജാ അൻ നകൂന മിൻ അഹ്ലിഹാ, ആ സ്വർഗാവകാശിയാകണം എന്ന ചിന്തയിലല്ലേ തങ്ങളെ കൂടെ നടക്കുന്നത്, സ്വർഗത്തിൽ കടക്കണം എന്ന ചിന്തയിലല്ലേ ഈ ഖിദ്മത്തുകൾക്കെല്ലാം വന്നിട്ടുള്ളത്. നബിയേ, ആ മഹത്തായ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിൽ പാവപ്പെട്ട എനിക്കും അതിൽ കയറാനും ഇരിക്കാനും എനിക്കതിൽ അവസരം ലഭിക്കുമെന്ന, അതിന്റെ അവകാശികളിൽ ഉൾപ്പെടുമെന്ന ചിന്ത കൽബിൽ നിറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ തുള്ളിപ്പോയി നബിയേ. അപ്പോഴല്ലേ അവിടുന്ന് പറഞ്ഞത്, അന്ത മിൻ അഹ്ലിഹാ, നീ ആ സ്വർഗാവകാശി തന്നെയാണ് ഉമൈറേ. നമുക്ക് ദീർഘമായ കാലം, അതേ അതൊരു 100 വർഷമല്ല, 100 കോടി വർഷമല്ല, 100,000 കോടി വർഷമല്ല, തീരാത്ത കാലം സ്വർഗത്തിൽ കഴിയാനുള്ളവരാണ് മുത്തഖീങ്ങൾ. റബ്ബേ, അതിനൊന്നും ഞങ്ങളെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. മഹാനായ ഖാജാ മുഈനുദ്ദീനുൽ ജിസ്തിൽ അജ്മീരിയെ പോലെയുള്ള മഹാന്മാരെ പ്രിയം വെച്ചതിനാൽ ഞങ്ങൾക്കും അതിന് ഭാഗ്യം തരണമല്ലാഹ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞപ്പോ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഒരു ചെറിയ സഞ്ചി എടുക്കുന്നു. ആ സഞ്ചിയിൽ കുറച്ച് കാരക്കകളുണ്ട്. ഓരോ കാരക്ക വായിലേക്കിട്ട് തിന്നുകയാണ്. അതിനിടയിലെ കാരക്കയും സഞ്ചിയും അവിടെ വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, ലൈൻ ഹയ്തു ഹത്താ കുല തംറാതി ഹാദാ,
ഇന്നഹാ ലഹയാത്തുൻ ത്വവീല, ഈ കാരക്ക മുഴുവനും തിന്ന് തീരുന്നത് വരെ ജീവിച്ചാൽ അതൊരു നീണ്ട ജീവിതമാണല്ലോ. പടച്ചറബ് സ്വർഗത്തിലേക്ക് വേഗം ചെല്ലാനല്ലേ പറഞ്ഞത്? ആ കാരക്കയും വേഗം അവിടെ ഇട്ടുകൊണ്ട് മഹാനവറുകൾ പരിശുദ്ധ ദീനിനു വേണ്ടി അതാ ധർമ്മസമരമായി അതേ ഈമാനുള്ള ജനങ്ങളെയും ഈമാനുള്ള ജനങ്ങൾ താമസിക്കുന്ന രാഷ്ട്രത്തെയും വെട്ടിപ്പിടിച്ച് നാശമുണ്ടാക്കാൻ വേണ്ടി വന്ന ശത്രുക്കളെ മുന്നിലേക്ക് ചാടി വീഴുന്നു. സുബ്ഹാനല്ലാഹ്. സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിനിറങ്ങുന്നു. അവിടെ ഷഹീദായി മരിക്കുന്നു. നബിതങ്ങൾ പറഞ്ഞതുപോലെ ആ സ്വർഗാവകാശിയായി പ്രകടമാകുന്നു. സുഹൃത്തുക്കളെ, എപ്പോഴും ആ സ്വർഗം നമ്മുടെ മുന്നിൽ കാഴ്ചയിലുണ്ടാകണം. നേരെ പിന്നിലുള്ള നരകത്തെ കുറിച്ചും ബോധം വേണം. സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് പോകുന്ന സ്വഭാവങ്ങളോ പ്രവൃത്തികളോ ചിന്തകളോ ഒന്നും നമുക്കൊരിക്കലും ഉണ്ടാകരുതെന്ന് ഈ പാവപ്പെട്ട എന്നോട് വസിയത്ത് ചെയ്യുന്നു, നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. തഖ്വയോടെ ജീവിച്ച് മരിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സ്ഥാപനവും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വിജയിപ്പിച്ച് പുരോഗമിപ്പിച്ച് ഖിയാമത്ത് നാൾ വരെ നിന്റെ ദീനിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്നതായി ഉയർത്തി വളർത്തിത്തരണം റഹ്മാനേ.